Hey guys, welcome back to my YouTube channel. So ഇന്നൊരു ട്രാവലിംഗ് വ്ളോഗാണ്. നമ്മളിന്ന് കന്യാകുമാരി പോവാണ്. ആസ് യൂഷ്വൽ നമ്മൾ കന്യാകുമാരി തന്നെയാണ് പോകുന്നത്. സോ ഇപ്പം സമയം ഒരു 8 മണി കഴിഞ്ഞു. നമ്മൾ 8 മണി കഴിഞ്ഞിട്ട് പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. അത്ര നല്ല പ്ലാനിങ് ഒന്നുമില്ല. അപ്പോൾ 8 മണിക്ക് പോവാം എന്ന് പ്ലാൻ ചെയ്തു കന്യാകുമാരി. സോ അതിനിടയ്ക്ക് വേറെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ വഴിയേ കാണാം. സോ ഞാൻ കുളിച്ചു, ഡാൻസിന് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ നമുക്ക് പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വന്ന് കാണാം. നമുക്കൊരു ട്രാൻസിഷൻ കാണാം. ഞാൻ റെഡിയായി. ഈ സ്പെക്ക് എനിക്ക് ചേരുന്നുണ്ടല്ലോന്ന് അറിയില്ല. മമ്മി കൊള്ളാമെന്ന് പറഞ്ഞു. സോ ഞാൻ റെഡിയായി. ഇങ്ങനെയുണ്ട്. സോ ഞാൻ ട്രാൻസിഷൻ എടുത്തു, ഫുഡ് കഴിച്ചു, ദോശ കഴിച്ചു ഞാൻ. പിന്നെന്താ, പിന്നെ ബാക്കിയുള്ളവർ റെഡിയാവാണ്. ഞാൻ ആദ്യമേ റെഡിയായി. അപ്പോൾ ഞാൻ ഈ സ്പെക്കില്ലാതെ ഒന്നുകൂടെ ട്രാൻസിഷൻ എടുക്കട്ടെ. ഒരു ഹായ് പറ. ഹായ്. അപ്പോൾ ഗായ്സ്, നമ്മൾ കാറിലൊക്കെ കയറി നമ്മൾ എപ്പോഴത്തെയും പോലെ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യും മുമ്പേ കൊച്ചുപള്ളിയിൽ പോയിട്ടാണ് പോകുന്നത്. ഇതാണ് ഗായ്സ് എൻ്റെ സ്ഥിരം സീറ്റ് കാറിൽ. നമ്മൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ കൊച്ചുപള്ളിയിൽ പോയിട്ടാണ് പോകുന്നത്. സോ നമ്മൾ കൊച്ചുപള്ളിയിൽ പോവാണ്. മമ്മിയും ചേച്ചിയും ഉണ്ട്. ഓക്കൂ മാമനെ അപ്പാമനെ പിന്നെ കാണിച്ചു തരാം. രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുനാഥൻ്റെ മുമ്പിൽ. അപ്പോൾ ഗായ്സ്, എനിക്ക് പണ്ട് തൊട്ടേ വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് രാവിലെ കഴിച്ചെല്ലാം മറന്നിട്ട് ഞാൻ പിന്നെയും കഴിക്കുകയാണ്. സ്നാക്സൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാമൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയ സമയം കൊണ്ട് ഞാൻ ലേസ് കഴിച്ചു, പിന്നെ ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റ്. ലേസും ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. പിന്നെ ഉണ്ട് യൂണിബിക്കിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ട്, പക്ഷെ അത് ഞാൻ കഴിച്ചില്ല. ഇതാണ് ഞാൻ കഴിച്ചത്. ഭയങ്കരമായിട്ട് ഞാൻ പൊട്ടിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. ഇത് തൃപ്പരപ്പ് വാട്ടർഫോൾസിലോട്ട് പോകുന്ന വഴിയുള്ള കുറച്ച് കാട് പോലത്തെ ഉള്ള സ്ഥലമാണ്. എനിക്ക് ഈ ഒരു സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്, ഈ വെള്ളവും ഇതൊക്കെ. അപ്പം നിങ്ങൾ കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിച്ചോ. അപ്പോൾ ഗായ്സ്, നമ്മൾ തൃപ്പരപ്പ് എത്തി. നമ്മൾ തൃപ്പരപ്പ് ഇറങ്ങിയില്ല. നമ്മൾ എപ്പോഴും വരണോണ്ട് ഒരു താല്പര്യമില്ലായിരുന്നു, അതുപോലെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പം നമ്മൾ ഇതുവഴി നേരെ പോകുമ്പം എനിക്ക് തോന്നുന്നു ഒരു മെയിൻ റോഡിൽ നമ്മൾ കയറും. അപ്പോൾ അവിടെ പോകുന്നവരെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുമ്പോൾ ഒരു മെയിൻ റോഡിൽ പോയി കയറും. നമ്മൾ അവിടെ നമ്മളുടെ ഒരു ഫാമിലി ഫ്രണ്ട് വീട്ടിൽ പോയി. അവിടെ നിന്ന് നമ്മൾ പിന്നീട് പാലസിൽ പോയി.
ഇതാണ് ഗൈസ് തൃപ്പരപ്പിൻ്റെ എൻട്രൻസ്. സൺഡേ ആണെന്ന് തോന്നുന്നു, ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല. അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങിയേനെ. നമ്മളെപ്പോഴും വരുമ്പം ഇറങ്ങാറുണ്ട്, ഫ്രണ്ടിലെ കടകളിലെങ്കിലൊക്കെ നമ്മൾ കയറാറുണ്ട്. തിരക്കായതുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല, നമ്മൾ നേരെ പോവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ പാലസ് എത്തി. നമ്മൾ പാലസിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഇങ്ങനെ കറങ്ങി വരികയാണ്. ഇത് പാലസിൻ്റെ ബാക്ക് സൈഡാണ്. മറ്റേ പാലസിൻ്റെ കുളമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സൈഡാണ്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടൊരു സ്ഥലം നോക്കുകയാണ്, കുറച്ച് തണലൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഫുഡ് കൊണ്ടുവന്നു. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ രാവിലെ മമ്മി ഫുഡൊക്കെ വെച്ചു, ബിരിയാണി വെച്ചു. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നല്ലൊരു സ്പോട്ട് നോക്കുകയാണ്. ഇങ്ങനെ പോയപ്പോൾ അവിടെ ഒരു കമ്പി മറിഞ്ഞെന്തോ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയി, നമ്മൾ വേറൊരു സ്ഥലം നോക്കി. ആ ഒരു സ്ഥലം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, കുറച്ച് അത്ര ക്ലീനൊന്നും അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലം നോക്കി പോയി. ഇതേ കണ്ടോ, കമ്പി ഇങ്ങനെ ചാഞ്ഞ് നിൽപ്പുണ്ട്. അങ്ങനെ പോയി. അപ്പോൾ നമ്മൾ കുളം കാണിച്ചു തരാം. അതാണ് കുളം. ഇതാണ് പാലസിലെ കുളം. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കറങ്ങി വരും. എനിക്ക് ഇന്നാണ് സംഭവം മനസ്സിലായി, ഇങ്ങനെ പാലസ് കറങ്ങി വരുമ്പോൾ ഇവിടെയാണ് കുളമൊന്നും. അപ്പോൾ ഇന്നാണ് എനിക്കിതൊക്കെ മനസ്സിലായത്, ഇങ്ങനെ കറങ്ങി വന്നപ്പോൾ. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഇത് നമ്മൾ ഇറങ്ങി ചാടാതിരിക്കുന്നത് കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് 1:30 നമ്മൾ തൃപ്പരപ്പ് ഇറങ്ങിയില്ല, അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ തൃപ്പരപ്പ് ഇറങ്ങിയില്ല. അവിടെ നിന്ന് നേരെ നമ്മൾ സ്ട്രീറ്റ് നമ്മളുടെ ഒരു ഫാമിലി ഫ്രണ്ട് അവിടെ പോയി. അതിന് ശേഷം ഇപ്പോൾ നമ്മൾ പാലസിൽ വന്നിരിക്കുകയാണ്. പത്മനാഭസ്വാമി ടെമ്പിളല്ലല്ലോ, പാലസ്. അവിടെ വന്നു. അതിൻ്റെ വേറൊരു തണലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു ഉച്ചത്തേക്ക്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പാലസിൽ കയറുന്നില്ല, നമ്മൾ അവിടുത്തെ ഷോപ്പിലൊക്കെ പോയി ഷോപ്പിംഗ് ചെയ്യും. നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡൊക്കെ എടുത്തു. എൻ്റെ സ്കൂളിൻ്റെ കവർ മമ്മി മോഷ്ടിച്ച് ഗൈസ്. അപ്പം മമ്മി രാവിലെ എണീറ്റ് ബിരിയാണി വെച്ചു, പിന്നെ ചിക്കനും വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് ബിരിയാണി. ഇപ്പോഴും കൊതി തോന്നുന്നത് ഓർക്കുമ്പോൾ. നമ്മളെപ്പോഴും ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. ഒരിക്കൽ മാത്രം നമ്മൾ ഫുഡ് കൊണ്ടുപോകാതെ പോയി. അപ്പോൾ നമ്മൾ നന്നായിട്ട് വലിഞ്ഞ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ പിന്നെ ഫുഡ് കൊണ്ടുപോകാതെ പോയിട്ടില്ല. ചേച്ചി ആദ്യമേ പ്ലേറ്റൊക്കെ പിടിച്ച് നിൽക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു, പിന്നെ ഫുഡ് മുഖ്യമാണല്ലോ. അപ്പോൾ മാമനുണ്ട്, അപ്പാപ്പൻ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ ചേച്ചി കഴിച്ച് തുടങ്ങി. അപ്പം ഫുഡ് എനിക്ക് അടുത്തെടുക്കുന്നുണ്ട്. ഗായ്സ് നമ്മൾ പാലസിൻ്റെ ബാക്കിൽ ഈ ഒരു സ്ഥലത്താണ് വന്നത്. ഇത് കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസാണ്. ഇവിടെ ഇരിക്കാനും സ്ഥലം ഉണ്ടായിരുന്നു, പിന്നെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കൈ കഴുകാനായിട്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. നമ്മൾ ചിക്കൻ എടുക്കുന്നുണ്ട്. എനിക്കിത് കാണുമ്പോൾ കൊതി തോന്നുന്നുണ്ട്. അന്ന് കഴിച്ചതാണ്, എന്നാലും അങ്ങനെയാണല്ലോ നമുക്ക്. പിന്നെ ചേച്ചി പ്ലേറ്റ് പിടിച്ച് നേരത്തെ പോലെ നിൽപ്പുണ്ട്. ആദ്യം തന്നെ മമ്മിയാണ് ആസ് ഓൾവേസ് സെർവ് ചെയ്യുന്നത്. ഞാൻ ഫുഡ് അപ്പാപ്പന് കൊണ്ട് കൊടുത്തു. അപ്പാപ്പൻ ആണ് ആദ്യം കഴിക്കുന്നത്. അപ്പോൾ ഗൈസ് മമ്മിയുടെ ബിരിയാണി ആസ് ഓൾവേസ് സൂപ്പറാണ്. പക്ഷേ വീട്ടിൽ വയ്ക്കുന്നേക്കാളും കുറച്ചുകൂടെ ബെറ്ററായിട്ട് മമ്മി ഈ ടൈം വെച്ചു, എപ്പോഴും വയ്ക്കുന്നേക്കാളും. പിന്നെ നമ്മൾ ഒരു തവി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പം അത് തന്നെ യൂസ് ചെയ്യേണ്ടി വന്നു. ഞാൻ കുറേ കാഷ്നട്ടൊക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കാനിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. കഴിച്ചിട്ട് കാണാം. ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ചു. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഹലോ. സോ ഇനി നമ്മൾ പാലസിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഷോപ്പിങ്ങിന് പോകണം. ഞാൻ എന്തെങ്കിലും വാങ്ങുമെന്ന് അറിയില്ല, പിശുക്കി. സോ നമുക്ക്
വേറെ ഒരു സ്ഥലത്ത് പോകണം, പോയിട്ടില്ലേ അവിടെ പോവാൻ പിന്നെ അപ്പൊ നമുക്ക് ഇങ്ങോട്ട് പോവാം. ദേ മാമൻ വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കണമല്ലോ, കാരണം ഒരു പണിയും പറ്റാൻ പാടില്ല ഒരു ട്രിപ്പ് ആകുമ്പോൾ. ഞാനിവിടെ എന്തൊക്കെ സർക്കസ് കാണിക്കുന്നുണ്ട്. അടുത്ത് ഞാൻ ദേ ഈ എൻ്റെ ശക്തി കാണിക്കാനായിട്ട് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെയും വേറെ എന്തൊക്കെ കിടന്ന് വളവളാന്ന് ഞാൻ സംസാരിക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഗായ്സ് നമ്മളിവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പോവാണ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. നമുക്ക് പോവാം. അപ്പോൾ ഗായ്സ് നമ്മൾ ആദ്യം തന്നെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിച്ചു, കന്യാകുമാരി എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ക്യാഷിൻ്റെ കുറച്ച് കൺഫ്യൂഷൻ വന്നപ്പോൾ ഞാനും ചേച്ചി ഷെയർ ഇട്ടു. 80 rupees ആയിരുന്നു, 100 രൂപയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നമ്മൾ വാങ്ങിച്ചില്ല. കേരളയുടെയും ഇന്ത്യ ആലപ്പുഴ അങ്ങനെ കുറേ എന്തൊക്കെ ഉണ്ടായിരുന്നു മാഗ്നറ്റ്. അപ്പോൾ ഞാൻ അടുത്തത് ക്യാഷിൻ്റെ കാൽക്കുലേഷൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണ് ഫുള്ള് കൺഫ്യൂഷൻ അടിച്ച്. എനിക്കിങ്ങനെ പെട്ടെന്ന് കാൽക്കുലേഷനൊക്കെ വന്നപ്പോൾ ഫുള്ള് കൺഫ്യൂഷനായി. അങ്ങനെയൊക്കെ നോക്കി മാമൻ വരാനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. മാമൻ കാർ അങ്ങോട്ടോ പാർക്ക് ചെയ്യാൻ പോയിരുന്നു. അതിനുശേഷം ഞാനിവിടെ കുറേ ടോയ്സൊക്കെ നോക്കി, പക്ഷേ എനിക്ക് പറ്റിയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ മാഗ്നറ്റ് വാങ്ങിച്ചിട്ട് മിണ്ടാതെ ഒരു മൂലയ്ക്ക് നിന്നു. പിന്നീട് പാലസിനകത്ത് പോയി എന്ന് വെച്ചാൽ പാലസിനകത്ത് കയറിയില്ല. നമ്മൾ അതിൻ്റെ പുറത്ത് ചുറ്റുപാടൊക്കെ കുറച്ച് നേരം ഇരുന്നു. അതിന് ശേഷം ഞാൻ തളരാതെ ഞാൻ ഷോപ്പിങ്ങിന് ഇറങ്ങി. ഞാൻ ഉള്ള എല്ലാ കടയിലും കയറിയായിരുന്നു. അവിടെ ഞാൻ തലയിൽ വയ്ക്കുമ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ചെവിയൊക്കെ പൊങ്ങുമല്ലോ, ആ ഒരു ഇയർ മഫ് പോലെ ആ ഒരു സാധനം ഞാൻ നോക്കി. പക്ഷേ ഇവിടെ ഭയങ്കര വിലയായിരുന്നു. ഞാൻ കന്യാകുമാരിയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു അത്. എനിക്ക് തോന്നുന്നു ക്ലിപ്പുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഓരോന്ന് നോക്കുകയാണ്. ഇവിടെ മെയിനായിട്ട് ആ സാധനം ഞാൻ പറഞ്ഞു. പിന്നെ ഒരു ബുക്ക് കട ഉണ്ടായിരുന്നു, അവിടെ പോയി. ഇവിടെ മെയിനായിട്ട് തടിയിലെ കുറേ ഇതൊക്കെയായിരുന്നു ഉള്ളത്. പിന്നെ ഈ ബുക്കൊക്കെ നോക്കി, പക്ഷെ മലയാളമായിരുന്നു ബുക്ക്, മലയാളം പറ്റത്തില്ല എന്നെക്കൊണ്ട്. പിന്നെ വുഡിൻ്റെ കുറേ സാധനമുണ്ട്, ജുവലറി ബോക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തടിയിൽ കുറേ സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഞാനും എൻ്റെ ചേച്ചിയും ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കുടിച്ചു. അവിടെ നിന്നിട്ട് പാലസിൻ്റെ അടുത്ത് നിന്നിട്ട് നമുക്ക് നല്ല വൈബായിരുന്നു കുടിക്കാനായിട്ട്. അതിന് ശേഷം നമ്മൾ കുറേ കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയിക്കപ്പം കന്യാകുമാരിയുടെ പോകുന്നതിന് കുറേ മുമ്പ് ഒരു ചായക്കടയുണ്ട്. നമ്മളെപ്പോഴും കന്യാകുമാരി വരുമ്പം ഇവിടെ നിന്നാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ മാമനും അപ്പാപ്പനും ചായ കുടിക്കുന്നുണ്ട്, മമ്മി ചായ കുടിക്കാറില്ല. പിന്നെ ഞാനും ചേച്ചിയും കോഫിയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ കോഫി എത്തി. അവൾ എനിക്ക് ബജിയാണെന്ന് തോന്നുന്നു കഴിക്കുന്നത്. ഞാൻ നേരത്തെ കഴിച്ചു, കോഫി എത്തും മുമ്പേ ഞാൻ കഴിച്ചു തീർന്നു. കോഫി കുടിക്കുന്നുണ്ട്. ഞാൻ ചായ കുടിക്കാറില്ല, അതാ കോഫി കുടിച്ചത്. പിന്നെ നമ്മൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ബേക്കറി ഉണ്ട്. അവിടെ നിന്ന് ഈ ഒരു ബ്രൗണി പോലത്തെ ഒരു സാധനം വാങ്ങിച്ചു. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. വേറെ ബ്രൗണിയൊക്കെ കഴിച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ ബ്രൗണി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വേറെ സ്മൂത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബ്രൗണി സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ എലൈറ്റിൻ്റെ ബ്രൗണി കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ബ്രൗണി സെറ്റായിരുന്നു കേസ്. അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കണ്ട എൻ്റെ എക്സ്പ്രഷനിൽ തന്നെ കൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന്. അതിന് ശേഷം ഇത് കന്യാകുമാരി പോകുന്നതിൻ്റെ അവിടെയുള്ളൊരു കനാലാണ്. അത്ര ക്ലീനൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ല, നല്ലൊരു കനാലായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ലെഫ്റ്റ് സൈഡ് ഇഷ്ടമല്ല, എനിക്ക് റൈറ്റ് സൈഡിലെ വ്യൂ ആണ് കുറച്ചുകൂടി ഇഷ്ടം. ഇത് ഞാൻ എന്തൊക്കെ കോപ്രായം കാണിക്കുന്നുണ്ട്, ചേച്ചി എന്തൊക്കെ കാണിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ടിരുന്ന് അതിൻ്റെ കോപ്രായമൊക്കെ കാണിച്ചത്. നമ്മളവിടെ സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങിയപ്പോൾ ഒരു ഇനിപ്പ്, എനിക്ക് പേരറിയത്തില്ല, ഇനിപ്പാണ്, ഭയങ്കര നല്ല ഇനിപ്പാണ്. ഞാനത് കഴിച്ചു. എനിക്ക് ഒരു ബോൾ പോലെ ഇരിക്കുന്ന ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചെറുതിലോട്ട് ഇഷ്ടം. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. നമ്മളൊരു 5:30-6 മണി അടുപ്പിച്ച് നമ്മൾ കന്യാകുമാരി എത്തി. അപ്പോൾ ഞാൻ ഇനി കുറേ പറഞ്ഞ് വിറപ്പിക്കുന്നു.
അപ്പോൾ ഗായ്സ് നമ്മളിതാ കന്യാകുമാരി എത്തി. നമ്മളെപ്പോഴും കന്യാകുമാരിയിൽ വരുമ്പോൾ നമ്മൾ എല്ലായിടവും പോയി ചുറ്റും. അതിന് ശേഷം തിരക്കുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ പാർക്കായിട്ട് ഇറങ്ങും. അതുപോലെ തന്നെയാണ് ഈ പ്രാവശ്യം നമ്മളെപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മൾ ലൈറ്റ് ഹൗസ് പോകുന്ന റൂട്ടാണ്. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പ്രത്യേകം റൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ലൈറ്റ് ഹൗസ് ഉണ്ട്, അതിന് ശേഷം കാണാൻ നല്ല ഭംഗിയാണ്. റിസോർട്ടൊക്കെ ഈ ഒരു സൈഡാണ് വരുന്നത്. അപ്പോൾ നല്ല രസമാണ് കാണാൻ. ഈ ഒരു മതിലായാൽ പോലും നല്ല രസമാണ് കാണാൻ. ഞാൻ ഇപ്പോഴാട്ടോ ശ്രദ്ധിച്ചത്, ഈ വീഡിയോയിലാണ് ഞാൻ ശ്രദ്ധിച്ചത് ഈ ഒരു മതിൽ. പിന്നെ ലൈറ്റ് ഹൗസ് നമ്മൾ പണ്ടൊരിക്കൽ ലൈറ്റ് ഹൗസിൽ കയറിയിട്ടുള്ളൂ. നമ്മളെപ്പോഴും വരുമ്പോൾ ലേറ്റ് ആവും. നമ്മൾ ഒരിക്കൽ നേരത്തെ വന്നപ്പോൾ കയറി. ഞാൻ അതേ ലൈറ്റ് ഹൗസിൽ കയറാൻ പറ്റില്ലെന്നുള്ള വിഷമമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെറുതായിരുന്നു, എനിക്ക് പേടിയാണ്, ഞാൻ കയറിയില്ല. അപ്പം അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ശേഷം നമ്മളതാ കന്യാകുമാരി, എനിക്ക് ആ ഒരു റൂട്ട് കഴിഞ്ഞിട്ട് കന്യാകുമാരിയുടെ ബാക്കാണെന്ന് തോന്നുന്നു. ബീച്ചിൻ്റെ അവിടെ അവിടെയാണ് പോകുന്നത്. ഞാൻ സ്നാപ്പൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ പള്ളിയുണ്ട്, പള്ളിയാണെന്ന് തോന്നുന്നു അത്. അപ്പോൾ നമ്മൾ ബാക്കിലോട്ട് പോവുകയാണ്. ഇവിടെ അങ്ങോട്ട് ആ ഒരു റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ റിസോർട്ടുണ്ട്. ഞാനത് ഈ ഒരു ടൈം പോയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇവിടെ എന്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ പ്രാവശ്യം കന്യാകുമാരി വന്നപ്പോൾ കുറച്ച് ഡിഫറെൻ്റായിട്ട് തോന്നിയത് ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ടായിരുന്നു നമുക്ക് പോകാനായിട്ട്. ഭയങ്കര എളുപ്പമായിരുന്നു അത് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു റൂട്ടാണ് എപ്പോഴും വരുന്നത്. എപ്പോഴും ഇവിടെ വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും നമ്മൾ പാർക്ക് ചെയ്യും. അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ടിലോട്ടൊക്കെ പോകുന്നത്. ചില സമയത്ത് ഫ്രണ്ടിലൊക്കെ പാർക്കിങ്ങിന് സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പാർക്കും. അതിന് ശേഷമായിരിക്കും ബാക്കിലോട്ട് വരുന്നത്. നമ്മൾ ഇപ്പോൾ കുറച്ചൊക്കെ ആയിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെയാണ് പോകുന്നത്. കാരണം ഭയങ്കര തിരക്കായിരിക്കും നമ്മൾ പോകുന്ന സമയത്തൊക്കെ. അപ്പോൾ അവിടെ ഇതൊക്കെ കെട്ടിയാണ്. അവിടെ ബീച്ചിൻ്റെ അവിടെ നമ്മൾ നിൽക്കുന്നിടത്ത് കുറച്ച് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ, എനിക്ക് അതിൻ്റെ പേര് കറക്റ്റ് കിട്ടുന്നില്ല, അതുപോലെയൊക്കെ കെട്ടിയായിരുന്നു. അത് കുറച്ചുകൂടെ ബെറ്ററാണ്, നമ്മൾ സേഫാണത്. കാരണം ഇറങ്ങത്തില്ലല്ലോ ബീച്ചിൻ്റെ അങ്ങോട്ട്. ഇവിടെയൊക്കെ വരുമ്പോൾ ഒട്ടും സേഫ്റ്റി ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. ഞാൻ പണ്ടൊക്കെ വന്നപ്പോൾ തന്നെ ഇവിടെ ഒന്നും ഒട്ടും സേഫ് അല്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെയൊന്നും ബീച്ചിൻ്റെ സൈഡ് അങ്ങനെ ഇറങ്ങാറില്ലായിരുന്നു. അത്രയ്ക്കും സേഫ് അല്ലായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ സേഫ് ആയിട്ടുണ്ട്. അപ്പം പാർക്കിങ്ങൊക്കെ ഫുള്ളാണ് കേസ്. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയത്. അത്രയ്ക്ക് ഫുള്ളായിരുന്നു. നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, ഏതെങ്കിലും കാർ എടുക്കുന്നുണ്ടോ. ഞാൻ പറഞ്ഞ ആ സ്ഥലം കേട്ടോ, അങ്ങനെ കെട്ടിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ സേഫാണ്. ഇപ്പം നമ്മൾ പാർക്കിങ്ങിനൊക്കെ സ്ഥലം കിട്ടിയതേ മമ്മി, മാമൻ, അപ്പം അവനൊക്കെ നിൽക്കുന്നുണ്ട്. മാമ അവിടെ കയറി നിന്നിട്ട് എന്തൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ കുറച്ച് നേരം ഇരുന്നു. നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോ എടുത്തു. പക്ഷേ വീഡിയോ ഇതുവരെ ഞാൻ പോസ്റ്റ് ചെയ്തില്ല ഗൈസ്. അങ്ങനെ അത് മറ്റേ പാറയാണ്, എനിക്ക് പേര് കിട്ടുന്നില്ല. അവിടെയും ഇറങ്ങാൻ സ്ഥലമുണ്ട്, പക്ഷെ നമ്മൾ ഇറങ്ങിയില്ല. നമ്മൾ അവിടെ ഒരു ഇങ്ങനെ കെട്ടിയിട്ടുണ്ടല്ലോ, ആ ഒരു സ്ഥലത്ത് പോയി നിന്നിട്ട് കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കുറച്ച്. അതൊക്കെ തന്നെയാണ്. നമ്മൾ പിന്നീട് ഫുള്ള് കറക്കം അതൊക്കെ തന്നെയായിരുന്നു. ഇവിടെ വന്നിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര കാറ്റും ഇതൊക്കെ ആയിട്ട് കുറേ പൊളി പിക്ക് കിട്ടി. പക്ഷെ ഇതുവരെ ഞാൻ ഇതൊന്നും പോസ്റ്റ് ചെയ്തില്ല, അതാണ് വേറെ കാര്യം. ഗായ്സ്, നമ്മളൊരു ബാറ്ററി വെഹിക്കിളിലാണ് പോകുന്നത്. അപ്പോൾ പിന്നെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ നമ്മൾ ബാറ്ററി വെഹിക്കിളിൽ പോവുകയാണ്. നമ്മൾ കടലിലവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത്. സോ അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് കാണിച്ചു തരാം ഗൈസ്. നമ്മളിത് ഇലക്ട്രിക് വണ്ടിയിൽ കയറാൻ പോവുകയാണ്. ഇത് നമുക്ക് തിരക്കില്ലാത്ത വണ്ടി കിട്ടി, ബാക്കിയൊക്കെ തിരക്കായിരുന്നു ഭയങ്കര. ഇത് നല്ല എളുപ്പമാട്ടോ. എന്നെപ്പോലെ നടക്കാൻ മടിയുള്ളവർക്ക്, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര എളുപ്പമാണ്, ഈസിയാണ്. നമ്മൾ പറയുന്നിടത്ത് ഇറക്കും. ഇത് എനിക്ക് തോന്നുന്നു ഗാന്ധിപാറ അങ്ങനെ എന്തോ സ്ഥലമാണ്, എനിക്ക് കറക്റ്റ് പേരറിയത്തില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനത്തെ വണ്ടിയിൽ കയറണം, അതാ അങ്ങനത്തെ എക്സ്പ്രഷനൊക്കെ. അപ്പം ഗാന്ധിപാറ അതുവരെ എനിക്ക് കറക്റ്റ് സ്ഥലത്തിൻ്റെ പേരറിയില്ല, അതുവരെ ഉള്ളൂ കേട്ടോ വണ്ടി. അപ്പോൾ നമ്മളിതാ ഇറങ്ങി. അതിന് ശേഷം നമ്മൾ അടുത്ത് ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇവരെല്ലാവരും. അപ്പോൾ അവനും ചായ ഭയങ്കര മുഖ്യം. കാരണം ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മൾ ക്ഷീണിക്കുമല്ലോ, അതുകൊണ്ട് ചായ ഇതാണ്. പിന്നെ ഇവിടെ ഡ്രസ്സൊക്കെ നമ്മൾ നോക്കി വീട്ടിലിരുന്ന്, പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല. കാരണം എൻ്റെ ചേച്ചി ഇവിടെ കോഴിക്കോട് പോയപ്പം കുറേ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാനൊന്നും നോക്കിയില്ല. പിന്നെ നമ്മളതങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു. പിന്നെ നമ്മളൊരു കടയിൽ കയറി. ആ കാണുന്ന ഈച്ച് 1 10 rupees അങ്ങനെ എഴുതിയിട്ടില്ലേ,
ഇതാണ് ഈ ഒരു കടയിൽ പണ്ട് നമ്മൾ ചെറുതായിരുന്നു അപ്പം വന്നപ്പോൾ എൻ്റെ ചേച്ചി ഇങ്ങനെ ബോർഡും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു വലിയ പുലിയുടെ ഒരു എന്താ ടോയ് വെച്ചിരുന്നു, മറ്റേ സ്റ്റഫ്ഡ് ടോയ്സ് ഇല്ലേ അതുപോലെ വെച്ചിരുന്നു, വലുതാണ്. അപ്പോൾ എൻ്റെ ചേച്ചി അവിടെ നിന്ന് അങ്കിളുടെ ചോദിച്ചു ആ വലിയ പുലിയും 10 രൂപയാണോ എന്ന്. പക്ഷേ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള സാധനത്തിന് മാത്രമേ 10 രൂപയുള്ളൂ. ഞാനെല്ലാം നോക്കി ഗൈസ് ഇവിടെ, കാരണം എനിക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതേ ലിപ്സ്റ്റിക്കിൻ്റെ എറൈസർ, ഈ ഒരു എറൈസർ ഞാൻ വാങ്ങിച്ചു, 3 എണ്ണം വാങ്ങിച്ചു. എനിക്കും എൻ്റെ വേറെ 2 ഫ്രണ്ട്സിനും വേണ്ടി ഞാൻ വാങ്ങിച്ചായിരുന്നു. ഇവിടെ പിന്നെ കുറേ കീ ചെയിനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കീ ചെയിൻ വാങ്ങിച്ചില്ല, കാരണം ഞാൻ കീ ചെയിൻ കുറേ ആകുമ്പോൾ കൊണ്ട് കളയും ഗൈസ്, ഇതൊന്നും സൂക്ഷിക്കത്തില്ല. പിന്നെ കുഞ്ഞു പിള്ളേരുടെ പൗച്ച് അതൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇതേ ആ ഒരു ടെർമോക്കോൾ കട്ടറോ അങ്ങനെ എന്തോ അതിൻ്റെ പേര് പറയുന്നത്, അതൊക്കെ നോക്കി. പിന്നെ ഇതും പിന്നെ ഇത് മറ്റേ ശംഖിൻ്റെ കീച്ചൻ, അതൊക്കെ മാല, അങ്ങനെ കുറേ സാധനം ഉണ്ടായിരുന്നു ഇവിടെ. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ നിന്നാണ് കൂടുതൽ സാധനം വാങ്ങിച്ചു, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. ബാക്കിയൊക്കെ ഞാൻ വാങ്ങിച്ചത് കുറച്ചുകൂടെ റേറ്റ് കൂടിയതാണ്. ഈ 100-150 രൂപയുടെയൊക്കെ മുകളിലാണ് ഞാൻ വാങ്ങിച്ചത്. എന്നെ സംബന്ധിച്ച് കുറച്ച് റേറ്റ് കൂടുതലാണ് അത്, കാരണം എനിക്ക് മമ്മി കുറച്ച് പൈസ തന്നുള്ളൂ. നമുക്ക് അതിനെ ഒതുക്കണമല്ലോ, കാരണം ഞാൻ തന്നാൽ ഭയങ്കരമായിട്ട് ഞാൻ ചിലവാക്കും. അതുകൊണ്ട് എനിക്ക് കുറച്ച് ക്യാഷ് തരാറുള്ളൂ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ. പിന്നെ വേറെ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ മമ്മി വാങ്ങിച്ച് തരും. എൻ്റെ കയ്യിൽ കുറച്ചേ തരുള്ളൂ, അല്ലാണ്ട് വേണമെന്ന് പറഞ്ഞാൽ വാങ്ങിച്ച് തരത്തേ ഉള്ളൂ. എൻ്റെ കയ്യിൽ തരുന്ന ഒരു പരിപാടിയില്ല. പിന്നെ മമ്മി കുറേ സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ ആ സ്ലൈഡൊക്കെ നോക്കി, പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല. ഞാൻ വേണ്ടാത്ത കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. ഞാൻ ബ്രേസ്ലെറ്റ് വാങ്ങിച്ചായിരുന്നു, പക്ഷേ അത് എൻ്റെ കൈക്ക് കണക്കായില്ല. പക്ഷെ അതിപ്പോഴും അതുപോലെ ഇരിപ്പുണ്ട്. ഞാൻ എല്ലാം നോക്കും, അത് ഒന്നുപോലും വിടാൻ ഞാൻ എല്ലാം നോക്കും, പക്ഷേ ഒന്നും വാങ്ങത്തില്ല. എൻ്റെ ഇങ്ങനത്തെ പെന്നൊക്കെ ഞാൻ ചെറുതിൽ ഇങ്ങനത്തെ പെന്നായിരുന്നു കൂടുതലൊക്കെ വാങ്ങുന്നത്. പിന്നെ ഈ ടോയ്സൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. കുറച്ച് സാധനം അതിൽ കുഞ്ഞു കുഞ്ഞു സാധനം ഉണ്ടായിരുന്നു, എനിക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല ഗൈസ്. ആദ്യം എന്നെ വാങ്ങാൻ സമ്മതിച്ചില്ല, പിന്നീട് ഞാൻ പിണങ്ങി നിന്നപ്പോൾ ലാസ്റ്റ് പറഞ്ഞ് എനിക്ക് വാങ്ങിച്ചു തന്നു. ഇവിടെ എനിക്ക് അത് വീഡിയോ എടുത്തില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ബില്ലൊക്കെ ചെയ്ത് ഇറങ്ങി. നമ്മൾ മിക്ക കടയിലും കയറി, പക്ഷേ എല്ലായിടത്തൊന്നും ഒന്നും വാങ്ങിച്ചില്ല. ആദ്യം കയറിയ കടയിൽ നിന്ന് ഞാൻ കൂടുതൽ സാധനം വാങ്ങിച്ചത്. പിന്നെ നമ്മൾ അകത്തോട്ടൊക്കെ പോയപ്പം കുറേ വാങ്ങിച്ചായിരുന്നു. പിന്നെ ഇവിടെ ഫ്രണ്ടിലൊക്കെ കൂടുതലും ഡ്രസ്സ് കടയാണ്. ഇവിടെയൊക്കെ എനിക്ക് സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് അറിയില്ല, എന്തോ ഒരു സ്പെസിഫിക് നെയിമുണ്ട് ഈ ഒരു പ്ലേസിന്. ഈ ഒരു ഏരിയ ഇവിടെയൊക്കെ നമ്മൾ മെയിൻ എൻട്രൻസിൽ നിന്ന് താഴോട്ട് വരുമ്പം ഉള്ള കുറച്ച് ഏരിയയിൽ ഫുള്ള് ഡ്രസ്സാണ്. ഞാൻ നോക്കുമ്പോൾ ഞാൻ കുറച്ച് ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, കൂടുതലും ഡ്രസ്സുള്ളതായിട്ട് തോന്നി. പിന്നെ നമ്മൾ ചായ കുടിക്കാനായിട്ട് വന്നു. ഇവിടെ ഒരു കടയുണ്ട്, അവിടെ നമ്മൾ ചായ കുടിക്കാൻ വന്നു. ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ്. ഞാനിവിടെ ഇവർ ചായ കുടിക്കുന്നതിന് എന്തൊക്കെ കമൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കാണ് ഇങ്ങനെ എപ്പോഴും ചായ കുടിക്കുന്ന, എനിക്ക് അങ്ങനത്തെ ശീലമൊന്നുമില്ല. പക്ഷേ മാമനും അപ്പാപ്പനും എപ്പോഴും ചായ കിട്ടിയ സന്തോഷമായിട്ട് അവർ കുടിക്കും. ഞാൻ അങ്ങനെ കുറേ കമൻ്റൊക്കെ അടിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഞാൻ ബജ്ജിയോ എന്തോ കഴിച്ചെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അപ്പാപ്പൻ ചായ കുടിക്കുന്നുണ്ട്, മാമനും ചായ കുടിക്കുന്നുണ്ട്. ഞാൻ പിന്നെ എന്തൊക്കെ കമൻ്റ് അടിച്ചിട്ട് കണ്ടു എൻ്റെ വളിച്ച ചിരി. ഞാൻ കമൻ്റ് അടിച്ചപ്പോൾ തിരിച്ച് പറഞ്ഞപ്പം എനിക്ക് തൃപ്തിയായി ഞാൻ അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മൾ ചായ കുടിച്ചത്. ഞാനിവിടെ സ്നാപ്പൊക്കെ അയച്ചിട്ട് ഇങ്ങനെ ഫോണൊക്കെ കുത്തി നിൽക്കുകയായിരുന്നു. എനിക്കും ചേച്ചിക്കും കടല ഇഷ്ടമാണ്. കടല മീൻസ് കടലയെന്ന് പറയുമ്പം ഒരു വെള്ള കടല ഉണ്ടല്ലോ, അതിൽ ഉള്ളി കുറേ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതല്ല, വേറൊരു സാധനം, ഇത് വേറെ കപ്പലണ്ടിയാണ്. അപ്പം നമ്മൾ പിന്നീട് ഉള്ളിലോട്ടൊരു വഴിയുണ്ട്, നമ്മൾ അവിടെ പോയി. ഞാൻ മെയിനായിട്ടൊരു സ്പെക്സ് തപ്പി നടക്കുകയായിരുന്നു ഗൈസ്. ഞാൻ കഴിഞ്ഞല്ലോ 2 വർഷം മുമ്പേ നമ്മൾ കന്യാകുമാരി പോയപ്പോൾ ഒരു സ്പെക്ക് വാങ്ങിച്ചു. കുറേ വാച്ചിരിപ്പുണ്ട്, എൻ്റെ ചേച്ചിയുടെ കണ്ണ് അതിലായിരുന്നു, പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല. അങ്ങനെ ഒരു സ്പെക്ക് വാങ്ങിച്ചതായിരുന്നു ഞാൻ ഇപ്പോൾ വച്ചിരുന്നത്. അപ്പോൾ ഞാൻ സംഭവം വേറെയാണ് ഉദ്ദേശിച്ചത്, പക്ഷെ എനിക്ക് ഇതായിരുന്നു കിട്ടിയത്. ഞാൻ ഉദ്ദേശിച്ച സാധനം തപ്പിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഒരു സാധനം എൻ്റെ കണ്ണിൽ ഒട്ടക്കിയതാണ്. ഇതിൻ്റെ റേറ്റ് ചോദിച്ചു, പക്ഷേ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ ബാർഗെയിനൊക്കെ ചെയ്തപ്പം കുറച്ച് റേറ്റ് കുറച്ച് കിട്ടി. ഞാൻ പിന്നെ ഈ ഒരു പിങ്കാണ് എടുത്തത്. സംഭവം മറ്റു കളറൊക്കെ ഞാൻ നോക്കി, എനിക്ക് കിടക്കുന്ന 4 കളറും ഇഷ്ടമാണ് കേസ്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ അടിച്ചു. പിന്നെ മമ്മി ഈ പിങ്ക് വാങ്ങാൻ പറ്റും, ഞാൻ ഈ ഒരു പിങ്ക് വാങ്ങിച്ചു. പിന്നെ മമ്മിക്ക് വേണ്ടി ഒരു ബാഗൊക്കെ തപ്പുകയാണ് നമ്മൾ. മമ്മി എപ്പോഴും പറയും മമ്മിക്കൊന്നും വാങ്ങുന്നില്ല, അതുകൊണ്ട് നമ്മൾ മമ്മിക്ക് കൂടുതൽ സമയം കൊടുത്തു. അപ്പം മമ്മി കുറച്ച് സന്തോഷമായിട്ട് നിൽക്കും. നമ്മൾ ഈ ഒരു മിറർ ചെറുതിലെ വാങ്ങിച്ച് ഞാനാണെന്ന് തോന്നുന്നു പൊട്ടിച്ചത്.
എങ്ങനെയോ പൊട്ടിപ്പോയി. നമ്മൾ ഈ ഒരു കടയിൽ നിന്ന് മമ്മിക്ക് വേണ്ടി ഒരു ബാഗ് വാങ്ങിച്ചായിരുന്നു. മമ്മി എൻ്റെ ബാഗ് എടുത്തിട്ട് പോകും. അപ്പോൾ ഞാൻ കുറ്റം പറയും. അപ്പോൾ മമ്മി പറയും കന്യാകുമാരി പോയിട്ട് ഞാൻ ബാഗ് വാങ്ങിച്ചോളാമെന്ന്. അപ്പോൾ കാരണം മമ്മിക്ക് കന്യാകുമാരിയിലെ ഇങ്ങനത്തെ ബാഗൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് തൊട്ടേ മമ്മിക്ക് ഇങ്ങനത്തെ ബാഗാണ് ഇഷ്ടം. അങ്ങനെ അവിടെ നിന്ന് ബാഗൊക്കെ വാങ്ങിച്ചു. അടുത്ത് നമ്മൾ ചേച്ചിക്ക് ബാഗ് തുപ്പി. ചേച്ചിക്ക് ബാഗ് നമ്മൾ ലാസ്റ്റാണ് വാങ്ങിച്ചത്. ഇപ്പോൾ നമ്മൾ അപ്പാപ്പന് കുറച്ച് ഷർട്ട് വാങ്ങാൻ പോവാണ്. അപ്പോൾ അപ്പാപ്പന് ഇവിടുത്തെ ഷർട്ട് ഭയങ്കര ഇഷ്ടം. നമ്മൾ കഴിഞ്ഞ വർഷം എപ്പോഴും വരുന്നത് നമ്മൾ ഒരു വർഷം വന്നപ്പോൾ ഇവിടെ നമ്മൾ ഷർട്ട് വാങ്ങിച്ചു. അതിന് ശേഷം അപ്പാപ്പന് ഇവിടുത്തെ ഷർട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഷർട്ടൊക്കെ കുറേ തപ്പി. ഞാൻ ഷർട്ട് തപ്പിയ സമയം ഫുള്ള് ലാഗ് അടിച്ചിട്ട് ഇങ്ങനെ പോസ്റ്റായി നിൽക്കുകയായിരുന്നു. പിന്നെ ഞാൻ അവിടെ കുറേ കന്യാകുമാരിയിൽ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ടൈപ്പ് സാരി കിട്ടുമല്ലോ, അതൊക്കെ ഞാൻ ഇങ്ങനെ കുറേ നോക്കി. ഞാൻ വീഡിയോ എടുത്തില്ല, ചേച്ചിയായിരുന്നു വീഡിയോ ഒക്കെ എടുത്തത്. പിന്നെ ഞാൻ ഈ സംഭവമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇന്ന് കളിക്കുകയായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ആക്കുന്നത്. അതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ പിന്നെ ഈ തലയിരിക്കുന്ന സാധനം വെച്ച് കളിയായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന പാവയാണ് ഞാൻ വാങ്ങിച്ചത്. മമ്മി ഞാൻ ഇരുന്ന് കളിക്കുന്നതിൻ്റെ ആ പാവയുടെയൊക്കെ ഇരുന്ന് കമൻറ്റ് അടിക്കുകയായിരുന്നു എൻ്റെ മമ്മി. പിന്നെ ഞാനിങ്ങനെ ഇരുന്ന് അത് വെച്ച് കളിക്കായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട രണ്ടും. പിന്നെ ഞാൻ പാവയ്ക്ക് പേരിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറേ ആലോചിച്ച് ഞാൻ ബ്രൗണി എന്ന പേരിട്ടു അതിന്. അത് പഗ്ഗിൻ്റെ ഒരു പട്ടിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ചേച്ചിയുടെ ബാഗൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് കൊള്ളൂല എന്നൊക്കെ ഇരുന്ന് കമൻറ്റ് അടിക്കുകയായിരുന്നു. കാരണം അവൾക്ക് മാത്രമാണ് ബാഗ് വാങ്ങിച്ചത്. പക്ഷേ എനിക്ക് മമ്മി പറഞ്ഞു ബാഗ് വാങ്ങിച്ചോന്ന്. എനിക്ക് ബാഗൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഉദ്ദേശിച്ച ടൈപ്പൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ പകരമാണ് ആ പാവ വാങ്ങിച്ചത്, ആ പഗ്ഗിൻ്റെ പട്ടിക്കുട്ടീനെ. എന്നിട്ട് ഞാൻ പിന്നെയും കുറേ കമൻറ്റൊക്കെ അടിക്കുകയായിരുന്നു. പിന്നെ നമ്മളൊരു 9:30-10 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഡിന്നർ കഴിച്ചു. ഞാൻ തണുത്ത് വിറച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, ഇത്രയും കാറ്റൊക്കെ അടിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടാണ് രാത്രിത്തെ ഡിന്നർ കഴിച്ചത്. അപ്പോൾ ഗായ്സ്, ഞാൻ അവിടെ പോയിട്ട് ഡിന്നർ കഴിക്കും വരെ വീഡിയോ, അതായത് പുറത്ത് നിൽക്കും വരെ ഞാൻ വീഡിയോ എടുത്തുള്ളൂ. കഴിക്കുന്നതെന്ന് ഞാൻ എടുത്തില്ല. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമേ അങ്ങ് മറന്നുപോയി, കാരണം ഫുഡിൻ്റെ ഇതിലായിപ്പോയി. സോ നമ്മൾ പിന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ എത്തി. പിന്നെ ഞാൻ പിറ്റേ ദിവസം സ്കൂളിൽ പോയി. കാരണം ഇന്ന് സ്ഥിരം കിടക്കുന്ന സമയത്തായിരുന്നു നമ്മൾ എത്തിയത്. അതുകൊണ്ട് വലിയ ക്ഷീണമൊന്നും ഇല്ലായിരുന്നു. ഞാൻ സ്കൂളിൽ പോയി. ചേച്ചിക്ക് കോളേജില്ലായിരുന്നു, അവൾ പോയില്ല. പിന്നെ ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കാണിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ കുറച്ച് സാധനം വാങ്ങിച്ചു. ഞാനൊരു പാവ വാങ്ങിച്ചു. പിന്നെ തലയിൽ വെക്കുന്ന ഒരു ഇയർ മഫ് വാങ്ങിച്ചു. പിന്നെ കുഞ്ഞു അല്ലറ ചില്ലറ സാധനം വാങ്ങിച്ചുള്ളൂ. ഞാൻ എപ്പോഴും വാങ്ങുമ്പോഴൊന്നും അധികമൊന്നും വാങ്ങിച്ചില്ല. അതുകൊണ്ട് ഞാനൊന്നും കാണിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ പാട്ടാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ വീഡിയോ എടുത്ത സമയത്ത് അധികമൊന്നും ഇല്ലായിരുന്നു, ഞാൻ സംസാരിച്ചില്ല അധികം. പിന്നെ വോയിസ് ഓവറാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വെക്കേഷനൊക്കെ കുറേ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഒന്നും ഇടാൻ പറ്റിയില്ല. എൻ്റെ ചേച്ചിക്കും എനിക്കും മടിയായിരുന്നു. അപ്പോൾ ഞാൻ മാക്സിമം വീഡിയോസൊക്കെ ഇടാൻ നോക്കാം. സ്കൂൾ തുറന്നു, അപ്പോൾ വീഡിയോസ് ഞാൻ എടുക്കാൻ നോക്കാം. ഞാൻ എപ്പോഴും ഷോർട്സൊക്കെ ഇങ്ങനെ പകുതി എടുത്ത് വയ്ക്കും, പിന്നെ ഞാൻ ബാക്കിയൊന്നും പിടിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇനി മാക്സിമം വീഡിയോസൊക്കെ ഇടാൻ നോക്കാം. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. സോ ഞാൻ പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.